ആഗോള വിപണിയിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയരുകയാണ്. കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം സംഭരിക്കുന്നതും ഓഹരി വിപണികളെ അനിശ്ചിതത്വവും ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങളുമെല്ലാം ചേർന്നതാണ് ഈ വിലക്കയറ്റത്തിന് പിന്നിലെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഒരു വസ്തുവിന്റെ വില ഉയർന്നാൽ അതിന് പിന്നിൽ ഒരു കാരണം മാത്രമാണോ ഉണ്ടാവുക? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വമനുസരിച്ച് ഒരു വസ്തുവിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും ലഭ്യത കുറയുമ്പോഴും അതിന്റെ വില സ്വാഭാവികമായി ഉയരും. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണവിലയുടെ കാര്യത്തിൽ ഡിമാൻഡ് മാത്രം പരിഗണിച്ചാൽ മതിയോ? അതോ സ്വർണത്തിന്റെ ലഭ്യതയും ഗൗരവമായി വിലയിരുത്തേണ്ടതില്ലേ? ഇവിടെ തന്നെയാണ് മറ്റൊരു പ്രധാന ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഭൂമിയിൽ ഇനി എത്ര സ്വർണം ബാക്കിയുണ്ട്? ഇതുവരെ മനുഷ്യൻ എത്ര സ്വർണമാണ് ഖനനം ചെയ്ത് പുറത്തെടുത്തിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം ഏത് രാജ്യത്തിനാണ്? US ജിയോളജിക്കൽ സർവേ നടത്തിയ ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം ഭൂമി സ്വർണം കൊണ്ട് സമ്പന്നമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം. ഒരു വസ്തു ധാരാളമായി ലഭ്യമാണെങ്കിൽ അതിന്റെ വില സ്വാഭാവികമായി കുറയേണ്ടതല്ലേ? ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ഭൂമിയിൽ സ്വർണമുണ്ടെങ്കിലും അതിന്റെ ഖനനവും സംസ്കരണവും വളരെ ബുദ്ധിമുട്ടുള്ളതും ചെലവേറിയതുമാണ്. ശേഷിക്കുന്ന വലിയൊരു പങ്ക് സ്വർണ്ണ നിക്ഷേപങ്ങൾ മനുഷ്യൻ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാങ്കേതികമായും പരിസ്ഥിതിയുമായും വെല്ലുവിളികൾ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ മനുഷ്യൻ ഖനനം ചെയ്തത് എത്ര? റിപ്പോർട്ടുകൾ പ്രകാരം നാളിതുവരെയായി മനുഷ്യൻ തന്റെ നിരന്തര പരിശ്രമത്തിലൂടെ പാറകളിൽ നിന്നും നദീതടങ്ങളിൽ നിന്നും ഖനികളിൽ നിന്നും 26,000 ടണ്ണിലധികം സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഈ ഖനന പ്രക്രിയയിലൂടെ ഭൂമിയിലെ ഈ അപൂർവ ലോഹ സമ്പത്ത് ക്രമാതീതമായി കുറഞ്ഞു വരികയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുവരെ ഖനനം ചെയ്തതായി കണക്കാക്കപ്പെടുന്ന സ്വർണത്തിന്റെ അളവ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരുതൽ ശേഖരം കൈവശം വെക്കുന്ന മികച്ച 10 രാജ്യങ്ങളുടെ ആകെ സ്വർണ്ണ റിസർവിനേക്കാൾ കൂടുതലാണ്. USGS റിപ്പോർട്ട് പ്രകാരം ഖനനം ചെയ്ത ഈ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ആഭരണ നിർമ്മാണത്തിനും മറ്റലങ്കാര വസ്തുക്കളുടെയും നിർമ്മാണത്തിനുമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഭൂമിയിൽ എത്ര സ്വർണം ബാക്കിയുണ്ട്? ഇതുതന്നെയാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. വ്യാവസായികവൽക്കരണത്തിന് ശേഷം ഭൂമിയിലെ സ്വർണ്ണ ശേഖരം അതിവേഗം കുറഞ്ഞുവെന്നാണ് USGS റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മനുഷ്യന്റെ അതിരില്ലാത്ത ഖനന പ്രവർത്തനങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ലോകമെമ്പാടും ഇപ്പോഴും ഏകദേശം 70,550 ടൺ സ്വർണം കരുതൽ ശേഖരമായി ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ വലിയൊരു പങ്ക് ഇപ്പോഴും ഖനനം ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. പ്രധാനമായും ദക്ഷിണാഫ്രിക്ക, റഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് ഖനനം ചെയ്യാത്ത വൻ സ്വർണ്ണ നിക്ഷേപങ്ങൾ മറഞ്ഞിരിക്കുന്നതെന്ന് USGS റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തെ സ്വർണം എവിടെയൊക്കെ? വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ മൊത്തം സ്വർണ്ണ വിനിയോഗം ഇങ്ങനെയാണ്. ഏകദേശം 45% ആഭരണങ്ങളുടെ രൂപത്തിൽ, 22% ബാറുകളുടെയും നാണയങ്ങളുടെയും രൂപത്തിൽ, 17% കേന്ദ്ര ബാങ്കുകളുടെ കരുതൽ ശേഖരമായി. സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ സ്വർണ്ണ നിക്ഷേപത്തിൽ ആളുകളുടെ താല്പര്യം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതും സ്വർണ്ണവില ഉയരാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. അതേസമയം ഏറ്റവും വലിയ ഉപയോക്താവും ചൈനയാണ്. എന്നാൽ സ്വർണ്ണ റിസർവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 1-ാം സ്ഥാനം വലിയ മാർജിനോടെ അമേരിക്കൻ ഐക്യനാടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. 2024 കണക്കുകൾ പ്രകാരം US 8133.46 ടൺ, ജർമ്മനി 3351.53 ടൺ, ഫ്രാൻസ് 2436.97 ടൺ, റഷ്യ 2335.85 ടൺ. 6-ാം സ്ഥാനത്തുള്ള ചൈനയുടെ കൈവശം 2264.32 ടൺ സ്വർണമാണ് നിലവിലുള്ളത്. ഈ ശേഖരം 5000 ടണ്ണായി ഉയർത്താനുള്ള ശക്തമായ ശ്രമങ്ങളിലാണ് ചൈനയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് അടുത്ത കാലത്ത് ചൈന സ്വർണം വാങ്ങൽ വേഗത്തിലാക്കാനുള്ള പ്രധാന കാരണം. സ്വർണ്ണവിലയുടെ കുതിപ്പ് ഡിമാൻഡ് വർധനവിന്റെ മാത്രം ഫലമല്ല. ഭൂമിയിൽ അവശേഷിക്കുന്ന സ്വർണത്തിന്റെ പരിമിതമായ ലഭ്യത, ഖനനത്തിലെ ബുദ്ധിമുട്ടുകൾ, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, കേന്ദ്ര ബാങ്കുകളുടെ നിക്ഷേപ നയങ്ങൾ എല്ലാം ചേർന്നതാണ് ഈ വിലക്കയറ്റത്തിന് പിന്നിൽ. ഭൂമിയിൽ സ്വർണം ഇനിയുമുണ്ടെങ്കിലും അത് എളുപ്പത്തിൽ മനുഷ്യൻ കൈവശമാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇതാണ് സ്വർണത്തെ ഭാവിയിലും സുരക്ഷിത നിക്ഷേപമായി നിലനിർത്തുന്ന ഏറ്റവും വലിയ കാരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.